ഈ കന്യാസ്ത്രീമാരുടെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പരിഗണിക്കാതെ പെട്ടെന്ന് അത് NIA കോടതിയിലേക്ക് മാറിയതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം NIA കോടതിയുടെ മുന്നിലേക്ക് പോകേണ്ട യാതൊരു കാര്യവുമില്ലാത്ത, അത്രയും ഗൗരവമായ അല്ലെങ്കിൽ NIA കോടതിയിൽ പോകേണ്ട കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സംഭവത്തിൽ പൊടുന്നനെ സെഷൻ ജഡ്ജി ഇത് NIA കോടതിയിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് കേസ് അങ്ങോട്ട് റെഫർ ചെയ്തതിൻ്റെ പിന്നെ ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയം ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം. ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ കന്യാസ്ത്രീമാർ, അതുപോലെ നമ്മുടെ പാസ്റ്റർമാർ, നമ്മുടെ വൈദികരൊക്കെ തന്നെ മിഷണറി പ്രവർത്തനങ്ങൾ ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഛത്തീസ്ഗഡിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബജ്റാംഗ് ദളിനെ ഇങ്ങനെ കയറൂരി വിട്ടാൽ, ബജ്റാംഗ് ദൾ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളെ ഇമാതിരി കയറൂരി വിട്ടാൽ നമ്മുടെ കൂടുതലും കേരളത്തിൽ പോയ മിഷണറിമാരാണ് കന്യാസ്ത്രീമാരായാലും പാസ്റ്റർമാരായാലും വൈദികരായാലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നു, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ, ഇതുപോലുള്ള കള്ളക്കേസുകൾ എടുത്താൽ എങ്ങനെ അവർക്കവിടെ കഴിയാൻ കഴിയും, എങ്ങനെ അവർക്കവിടെ പ്രവർത്തിക്കാൻ കഴിയും? അതിനുകൂടിയുള്ള സംരക്ഷണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തും ഉണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി തുടർന്നുള്ള സംഭവങ്ങളിൽ അല്ലെങ്കിൽ തുടർന്ന് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കർശനമായ നടപടികൾക്ക് നിർദ്ദേശം നൽകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.